എന്താ കാണിച്ചോണ്ടിരുന്നോ? നീ എന്തോ നോക്കുന്നുണ്ടെന്ന് പറയണാ. ഈ 8 മലയാളത്തിൽ അടിച്ചൊരു കാര്യമൊന്നുമില്ല. ഇംഗ്ലീഷ് അടിച്ചു കൊടുത്താലേ അതിനെനിക്കറിയില്ല. അത് ഇല്ലടാ അങ്ങനെ. നമ്മള് ചോദിച്ചു പോയതല്ലേ അമ്മടുത്തൊരു ചോദിക്കണ. അപ്പോ എന്താടാ നിനക്ക് പണി ഞാൻ സമ്മതിക്കൂലേ? രാവിലെ എട്ടുകാലിയും പല്ലുകാലിയും പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അപ്പനെ ചോദിക്കുവേ പണിയുണ്ട്. ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ എന്താ അറിയാവുന്ന ചോദിക്കുവാ. എനിക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്ത് ഈ എട്ടുകാലി സ്പെല്ലിംഗ് ഇംഗ്ലീഷ് പഠിക്കാൻ പറഞ്ഞു എന്നോട്. ഓരോരോ പരിപാടിക്കായിട്ട് വരും. പോയെ സ്പെല്ലിംഗ് പോലും അവിടെ ഇരിക്കുക. വലിയ എനിക്ക് വേറെ പഠിച്ചു കൂടെ? രാവിലെ രാവിലെ ഓരോ പണിയായിട്ട് നീ എന്ത് കാണിച്ചോണ്ടിരിക്കുക? കുറെ നേരം വിശക്കുന്നു. കൊച്ചു വന്ന വശന്നിരിക്കുന്നു. 10 മണിക്ക് രാവിലെ ഞാൻ എന്താ പറയണേ? 10 മണിക്ക് രാവിലെ കാപ്പി, ഉച്ചക്ക് 1 മണിക്ക് ഫുഡ്, 12 മണിക്ക് അപ്പൊ വെച്ചാൽ അവൻ ആ സ്പൈഡറിന്റെ സ്പെല്ലിങ്. പഠിക്കണം. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പഠിക്കണം. അല്ലാതെ കണ്ട മാങ്ങ പറിക്കാൻ തേങ്ങ പറിക്കാൻ മോങ്ങി പല സംഭവിക്കും. ഡൗട്ട് ചോദിക്കുമ്പോ ബാത്റൂമിൽ പോയിരുന്നിട്ടോ മൊബൈൽ കുത്തിയതൊരു കാര്യമില്ല. കേട്ടല്ലോ? 42 വയസ്സായില്ലേ? സ്വന്തം പേര് സ്പെല്ലിംഗ് അറിയാവോ? അതെങ്കിലും അറിയാവോ? നാണക്കേടാണ്. ഇതാണ് മൊബൈൽ യുഗം. പണ്ടത്തോളം കൂലിപ്പടിച്ച് ഒരണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. മക്കളിൽ പലരും ചോദിക്കും അവരുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ചേർന്നു. അത് പറഞ്ഞ് സ്പോക്കൺ ഇംഗ്ലീഷ് ചേരണ്ട.